നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി വരുന്ന സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. നമുക്കറിയാം, 2 പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ ഇതിനോടകം തന്നെ അവർ കളിച്ചു കഴിഞ്ഞു. എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെയുള്ള മത്സരത്തിൽ അവർ സമനില വഴങ്ങിയിരുന്നു. പിന്നീട് ഡല്ലാസ് എഫ്സിക്കെതിരെ അവർക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു. ഇനിയിപ്പോൾ നാളെ നടക്കുന്ന മത്സരത്തിൽ അവരുടെ എതിരാളികൾ സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഹിലാലാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11:30 ആ മത്സരം നടക്കുക. അതിനുശേഷമാണ് മറ്റൊരു സൗദി ക്ലബ്ബായ അൽ നസറിനെ ഇന്റർ മയാമി നേരിടുക. ഏതായാലും ഇതിനിടെ അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ബെഞ്ചമിൻ ക്രമാശി, ഇന്റർ മയാമിയുടെ 18-കാരനായ മധ്യനിര താരമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ 3 മാസത്തേക്ക് പുറത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്പോർട്സ് ഹെർണിയ സർജറി ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് 2-3 മാസം ചുരുങ്ങിയത് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായും ഇന്റർ മയാമിക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മധ്യനിരയിലെ ഒരു നിർണായക സാന്നിധ്യമാണ് ഈ ഒരു 18-കാരനായ താരം. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ൽ ആണെങ്കിലും പകരക്കാരനായി വന്നുകൊണ്ടാണെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ 28 മത്സരങ്ങളിൽ 21 മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു താരത്തിന്റെ അഭാവം തീർച്ചയായും ഇന്റർ മയാമിക്ക് തിരിച്ചടിയാണ്. നമുക്കറിയാം, നേരത്തെ ആയിരുന്നു ഫക്കുണ്ടോ ഫാരിയാസിനെ ഇന്റർ മയാമിക്ക് നഷ്ടമായത്. പരിക്ക് മൂലം അദ്ദേഹത്തിന് ഇനി ഈ സീസണിൽ തന്നെ കളിക്കാൻ കഴിയില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയായിരുന്നു മയാമി ആരാധകരെ തേടിയെത്തിയത്. അങ്ങനെ ഈ ഒരു സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പ്രതിസന്ധികളിലൂടെയാണ് ഇന്റർ മയാമി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.